മുഡ ഭൂമി ഇടപാട് കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും ഭാര്യയ്ക്കും ക്ലീൻ ചിറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കർണാടകത്തിൽ നിന്ന് അവിടുത്തെ കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ച് വരുന്നത്. സിദ്ധരാമയ്യയ്ക്കും കുടുംബത്തിനും എതിരെ തെളിവില്ല എന്ന് ലോകായുക്ത വ്യക്തമാക്കുന്നു. കെ ബി ശ്രീധരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, കർണാടക കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു വിഷയമായിരുന്നു ഈ മൂട ഭൂമി ഇടപാട് കേസ് എന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ സിദ്ധരാമയ്യയ്ക്കും ഭാര്യയ്ക്കും ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ. കർണാടക സർക്കാരിന് കീഴിൽ തന്നെയുള്ള ലോകായുക്ത പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത്. അല്ലെങ്കിൽ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തത് അവരാണ്. ഏതായാലും ആ അന്വേഷണ റിപ്പോർട്ടാണ് സിദ്ധരാമയ്യയ്ക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കർണാടക ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമുണ്ട്. അതായത് ഈ ഭൂമി ഇടപാട് കേസുകളിൽ മുഖ്യമന്ത്രി വഴിവിട്ട് ഇടപെട്ടതിന് തെളിവുകൾ ഇല്ല എന്നുള്ളതാണ് ലോകായുക്ത പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അത് ഈ ഫയൽ നീക്കുന്നതിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടില്ല. ഏതായാലും അനധികൃതമായി 14 പ്ലോട്ടുകൾ സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് പാർവതിയുടെ പേരിൽ ലഭിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം. ഏതായാലും ഇക്കാര്യത്തിൽ ലോകായുക്തയുടെ ഭാഗത്തുനിന്ന് ഒരു ആശ്വാസം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ഇഡിയുടെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. അതായത് ലോകായുക്ത രജിസ്റ്റർ ചെയ്ത കേസിൽ പിന്നീട് ഇഡി കൂടി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ 300 കോടിയോളം രൂപയുടെ റിയൽ എസ്റ്റേറ്റുകാരും അതുപോലെ തന്നെ മറ്റു ഇടപാടുകാരുമായിട്ടുള്ളവരുടെ 300 കോടിയോളം കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.